ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് ഞാൻ ഇന്ത്യൻ ടീമിന് ഒരു വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ശരിക്കും ഇന്ത്യൻ ടീമിന് മാത്രമല്ല, നമ്മൾ ഓരോ ഭാരതീയനും അഭിമാന നിമിഷമായിരുന്നല്ലോ ഇന്നലെ രാത്രിയുള്ള ആ ഒരു മാച്ച്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ക്രിക്കറ്റിൻ്റെ ചെറിയ ചെറിയ ഒരു മെമ്മറീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങനെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മോനോട് ഇങ്ങനെ പറയുമായിരുന്നു, പണ്ട് ഈ ഒരു വൈബേ ആയിരുന്നില്ല ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത്. ശരിക്കും എന്താ ഒരു ഉത്സവം പോലെയായിരുന്നു. അതും ഇന്ത്യൻ ടീമിന്റെ കളി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കുട്ടികൾ ഒരുമിച്ചായിരുന്നു ഈ മാച്ച് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുമിച്ച് കാണുമ്പോഴുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. ശരിക്കും ഞാൻ പറയുന്നത് ഈ എൻ്റെ ആ പ്രായത്തിലുള്ള, അതായത് ഞാൻ 80s ബോൺ 90s കിഡ്സ് ആണ്. അപ്പോൾ കിഡാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ശരിക്കും അത് കുറേ രസകരമായിട്ടുള്ള കുറേ മെമ്മറീസ് എനിക്ക് ക്രിക്കറ്റ് കളിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സും പിന്നെ അത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ആ സമയത്ത് മാച്ച് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പ്രിയ. ശരിക്കും ഞങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര സ്പിരിറ്റ് ആണല്ലോ ആ സമയങ്ങളിൽ. അപ്പോൾ ഒരു മാച്ച് ഇന്ത്യയും ഈ ശ്രീലങ്ക അങ്ങനെ ആരോ ആയിരുന്നു. അപ്പോൾ പ്രിയ, ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പ്രിയ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഇത് ഇന്ത്യ ജയിക്കോ, എങ്ങനെയാണ് എന്ന് ഭയങ്കര ഇങ്ങനെ ഒരു പിന്നെ ഇത്ര ബോളിന് ഇത്ര റണ്ണാണ് വേണ്ടതെന്നൊക്കെ അങ്ങനെ ഇങ്ങനെ കമന്ററി ഇങ്ങനെ പറയാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇവളും ഭയങ്കര എന്താ പറയാ, ഭയങ്കര ടെൻസ്ഡ് ആയിട്ട്. അപ്പം അപ്പം പിന്നെ അഥവാ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാല് അവിടെ ഞാൻ എപ്പൊ പറയുന്ന ഒരു ശിവക്ഷേത്രം ഉണ്ട് ഞങ്ങളവിടെ. അവിടെ ഞാൻ എന്തായാലും പിന്നെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ നേരുന്നുണ്ട് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ. അപ്പൊ അത്രയും ഞാൻ പറഞ്ഞു തരുന്നത്, അത്രയും സ്പിരിറ്റോട് കൂടെയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ക്രിക്കറ്റിനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു ഭയങ്കരം അനിൽ കുംബ്ലയുടെ ഭയങ്കര ഒരു കട്ട ഫാനായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ ഓക്കെ സച്ചിൻ വേറെ, സച്ചിനും നമ്മൾ എന്താ പറയാ ദൈവമായിരുന്നല്ലോ ആ സമയങ്ങളിലൊക്കെ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് ആ ഒരു സ്പിരിറ്റ് ഒന്നും ഇപ്പോഴുള്ള ആ ഒരു മാച്ചിലും കാണുന്നില്ല, ഇപ്പോഴുള്ള കുട്ടികളിലും കാണുന്നില്ല. പക്ഷെ ആ സമയം ഒരുമിച്ചിരുന്ന് കാണുമ്പോഴുള്ള ആ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊന്നും ശരിക്കും നമ്മളെ ആ ഒരു 90s കിഡ്സിന് മാത്രം സ്വന്തമാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവില്ലേ രസകരമായ കുറേ ക്രിക്കറ്റിന്റെ ആ ഒരു ഓർമ്മകളും ഒക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ബൈ ബൈ.